ഹലോ എവരിവൺ. ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത ചെറിയ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചും അതിൽ പേരൻസിന്റെ റോളിനെ കുറിച്ചിട്ടാണ്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ അവർക്ക് വേണ്ടി ഒരു റൈറ്റ് ടീച്ചറിനെ സെലക്ട് ചെയ്യാമെന്നും അതേപോലെ അവർക്ക് വേണ്ടി റൈറ്റ് പ്രീ സ്കൂൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുമാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടിക്ക് വേണ്ടി നമ്മളൊരു പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം? ഓക്കെ, പ്രീ സ്കൂൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ഇപ്പോൾ 4 years 5 years ആകുമ്പോൾ LKG UKG കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പ്രീ സ്കൂൾ എന്നുള്ള ട്രെൻഡായി മാറി. അപ്പോൾ പാരൻസ് ലീസ്റ്റ് അറ്റൻഷൻ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറവ് അറ്റൻഷൻ കൊടുക്കുന്ന കാര്യമാണ് പ്രീ സ്കൂൾ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, പ്രീ സ്കൂൾ നമ്മൾ ബാക്കിയുള്ളതിനേക്കാളും കൂടുതൽ കൊടുക്കണം. കാരണം അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവർ സ്കൂൾ ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസ് ആണ് പ്രീ സ്കൂൾ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 3 വയസ്സ് മുതലാണ് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഒരു പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ, റീസൺസ് എന്തോ ആയിക്കോട്ടെ, മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൺ ടൈം വേണ്ടായിരിക്കും, ചിലപ്പോൾ വർക്കിംഗ് പാരൻസ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, വേണ്ടത് ഒരു പ്ലേ സ്കൂളാണ്, ഒരിക്കലും പ്രീ സ്കൂൾ അല്ല. നമ്മൾ ഇതിന്റെ മുന്നത്തെ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ മക്കൾ എന്ന് പറയുമ്പോൾ അവരവരുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് മൂവ്മെന്റ് ത്രൂ ആണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതൊരു 3 year ആകുമ്പോൾ സ്റ്റോപ്പ് ആവരുത്. അത് പ്ലേ സ്കൂൾ ആകുമ്പോൾ അതിൻ്റെതായ ആക്ടിവിറ്റീസ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ഒരിക്കലും ഒരു ബെഞ്ചും ഡെസ്കും ഇട്ടിട്ടായിരിക്കില്ല അവരെ പഠിപ്പിക്കുന്നുണ്ടാവുക. അവരെ ആ ഒരു കറങ്ങി തിരിഞ്ഞ് ഓടി കളിച്ച് പഠിക്കേണ്ട ഒരു പ്രായമാണ്. സോ ബെറ്റർ സെലക്ട് എ പ്ലേ സ്കൂൾ ദാൻ എ പ്രീ സ്കൂൾ. ഓക്കെ, അതേപോലെ റൈറ്റ് ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം ഏതൊരു കുട്ടീനെ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ എത്ര ടീച്ചേഴ്സ് നമ്മളെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും മുഖം നമുക്ക് ഓർമ്മ ഉണ്ടാകും, ചിലത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഫസ്റ്റ് ടീച്ചർ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അഭിരാമിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പം ഒരു ഡോക്ടറെ കാണിച്ചു, നമുക്ക് എന്ത് വലിയ സിവിയർ അസുഖമാണെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കാണുമ്പോൾ മേ ബി നമ്മൾ ഓടിപ്പോവില്ല. നമ്മളെ വീടിനൊരു സൂപ്പർ പ്ലാൻ വരച്ച എഞ്ചിനീയറെ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോവില്ല. പക്ഷേ 10-20 വർഷത്തിന് ശേഷം നമ്മളെ ഫസ്റ്റ് ടീച്ചറെ അല്ലെങ്കിൽ ഏത് ടീച്ചർ നമ്മൾ കണ്ടാലും നമ്മൾ ഓടിപ്പോയിട്ട് സംസാരിക്കും. അതാണ് ഒരു ബോണ്ട് എന്ന് പറഞ്ഞത്. ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെ ഏതൊരു കുട്ടീൻ്റെ ലൈഫിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അവരാണ് ഒരു ഫൗണ്ടേഷൻ. ഇപ്പോൾ LKG UKG പ്രീ സ്കൂൾ പ്ലേ സ്കൂൾ ഏത് ടീച്ചറാണെങ്കിലും അവരാണ് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർ ലേണിംഗ് ഇൻട്രസ്റ്റ് ആക്കണോ വേണ്ടേ. ഇവൻ നമ്മളിൽ ഒരു സബ്ജക്റ്റ് മേ ബി ഇഷ്ടപ്പെടുന്ന ടീച്ചർ കാരനായിരിക്കും, ചില സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടാത്തത് മേ ബി ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടാത്ത കേസും വരാം. ഓക്കെ, അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം പ്രീ സ്കൂളിലൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ പേരൻസിന് എങ്ങനെയാണ് അവരെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഈ കുട്ടികൾ മോസ്റ്റ്ലി അതിൽ കാണപ്പെടുന്ന എന്താ വെച്ചാൽ രാവിലെ പോകുമ്പോൾ കരയുക, ആ ഒരു പിരിയല്, ആ ഒരു സെപ്പറേഷൻ ആണ് കുട്ടികൾ ഭയങ്കര ഹാർഡായിട്ട് കാണുന്നത് അല്ലേ. അത് കോമൺ ആണ്. അതൊരിക്കലും ഈവൻ പാരൻസ് ആണെങ്കിലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് കോമൺ ആണ്. ഈവൻ ഞാൻ കരഞ്ഞിട്ടുണ്ട്, അഭിരാമി കരഞ്ഞിട്ടുണ്ടാകും, ഈ കാണുന്ന ആൾക്കാരൊക്കെ മേ ബി കരഞ്ഞിട്ടുണ്ടാകും. ഒരു 90 to 95% ആ സെപ്പറേഷനിൽ എന്തുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാകും. അത് നമുക്ക് ചില സ്ട്രാറ്റജീസ് ഒക്കെ ബിൽഡ് ചെയ്യാം. ഒന്നാമത് അവരെ ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ചെറിയ ഷോർട്ട് ഗ്യാപ്സ് ഒക്കെ എടുക്കാം. മേ ബി സ്കൂളിൽ പറഞ്ഞേക്കുന്നതിന് മുമ്പേ ഒരു 1 hour ഏതെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ 1 hour ക്ലേ മേക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ടാക്കിയിട്ട് അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. മോറോവർ അവർ ചില ദിവസം നമുക്ക് അവരെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം, ഡ്രോപ്പ് ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സോ അല്ലെങ്കിൽ ഒരു കംഫർട്ടിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് മേ ബി അവരുടെ കൂടെ കൊടുത്തു വിടാം. ഒന്നാമത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെറുപ്പത്തിൽ തന്നെ. അല്ലെങ്കിൽ മമ്മ അല്ലെങ്കിൽ അമ്മ ഞാൻ വരും കേട്ടോ, ഈ ടൈം ആകുമ്പോൾ വരും, ഇന്നലെ വന്നില്ലേ ഇന്നും വരും, അല്ലെങ്കിൽ നാളെ വരുന്നത് അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ എന്ത് നടന്നു എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക, ക്യൂരിയസോട് കൂടി. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് അവർക്ക് കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പേരൻസിന് ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോസ് കാണാൻ ആംഗിൾ വീലർ സബ്സ്ക്രൈബ് ചെയ്യൂ.